ഹായ് കൂട്ടുകാരെ, നമുക്കൊരു യാത്ര പോയാലോ? പൊന്മുടിയിലേക്ക്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞാനും ചേട്ടനും എൻ്റെ 2 മക്കളും കൂടെയാണ് പോകുന്നത്. ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആരും വന്നില്ല. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിന് താഴോട്ടുള്ള വഴിയാണത് കേട്ടോ. അപ്പോൾ അവിടെ അപ്പുറവും ഇപ്പുറവും 2 വയലുകളാണേ. അപ്പുറത്തെ സൈഡിലും ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. നല്ല അടിപൊളി പച്ചപ്പും ഹരിതാപവും മാറുന്ന സ്ഥലമാണ് ഞങ്ങളുടേത് കേട്ടോ. എന്തായാലും അവരവരുടെ സ്ഥലം അവരവർക്ക് പ്രിയപ്പെട്ടതാണല്ലോ അല്ലേ. കണ്ടില്ലേ, വയൽ ഏരിയയാണ് കണ്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോയി മെയിൻ റോഡ് കയറി നമ്മൾ പോകുന്നത് കുണ്ടറ വഴിയാണേ. കുണ്ടറ വഴി. എൻ്റെ വീട് എവിടെയാണെന്ന് അറിയാമോ? എൻ്റെ വീട് പടിഞ്ഞാറക്കല്ലടയാണ്. കൊല്ലം ജില്ലയിലുള്ള പടിഞ്ഞാറക്കല്ലട എന്ന സ്ഥലത്താണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പോയി ആയൂർ ആ ഭാഗമാണ് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ആ പാലമൊക്കെ പുതിയ പാലം അതൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആയൂർ എത്താറാകുമ്പം കരിക്ക് വേണമെന്ന് പറഞ്ഞ് കരിക്ക് കണ്ടപ്പോൾ കരിക്കും വെള്ളം കുടിക്കാൻ തോന്നി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി കരിക്കും വെള്ളം കുടിക്കാൻ പോവുകയാണ്. കരിക്ക് വെട്ടുന്ന ചേട്ടനെ കണ്ടോ. നമ്മുടെ ആ ഓറഞ്ച് കളർ കരിക്കുണ്ടല്ലോ, അതും ഉണ്ടായിരുന്നു, മറ്റേ പച്ച ഉണ്ടായിരുന്നു. പക്ഷേ മധുരം കൂടുതൽ നമ്മുടെ മറ്റേ ചുമന്നിരിക്കുന്ന ഓറഞ്ച് കളർ കരിക്കിനാണേ. വെള്ളത്തിന് അതിനായിരുന്നു നല്ല മധുരം. മറ്റേ വെള്ളം വാട്ട വെള്ളമായിരുന്നു, കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. റേറ്റും വ്യത്യാസമുണ്ട്. മറ്റേതിനാണ് വില കൂടുതൽ, ഇതിന് 10 രൂപ കുറവ്. മറ്റേതിന് 60 ആണെങ്കിൽ ഇതിന് 50 അങ്ങനെ ആയിരുന്നു കേട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന കരിക്കാണ്. അപ്പോൾ പിന്നെ ഇത്രയൊക്കെയുള്ള ക്വാളിറ്റിയൊക്കെ കാണും. അങ്ങനെ എല്ലാവരും കരിക്കും വെള്ളമൊക്കെ കുടിച്ച് അവിടുന്ന് പോയി. നമ്മളെ ചടയമംഗലം വഴിയാണ് പോകുന്നത് കേട്ടോ. ചടയമംഗലത്ത് എന്താണ് പ്രധാന സ്പോട്ട് എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് നമ്മുടെ ജടായുപ്പാറയല്ലേ. കണ്ടോ, നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. നമുക്ക് വണ്ടിയിലിരുന്ന് എടുക്കാൻ പറ്റുന്ന ആ ഒരു ഇതിൽ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ. ജടായുപ്പാറ അവിടെയും പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മുടെ കേബിൾ കാറിനകത്ത് കയറേണ്ടി വരില്ലേ. അത് വളരെ പേടിയുള്ളൊരു ഇതായതുകൊണ്ട് പിള്ളേർക്കൊന്നും പേടിയില്ല, എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ കേബിൾ കാറിനകത്തൊക്കെ പോകാൻ. ആഗ്രഹമുണ്ട് ജടായുപ്പാറ പോകണമെന്ന്, പക്ഷേ മനസ്സിനൊരു കട്ടിയില്ല. കേബിൾ കാറിനകത്തൊക്കെ പോകണ്ടേ. അപ്പോൾ പിന്നെ നമ്മൾ പേടിച്ച് പോയാലോ. എന്തായാലും ധൈര്യം കൊടുത്ത് പോകണം അല്ലേ. അവിടെയൊക്കെ പോയി നമ്മൾ കാണേണ്ട ഒരു സ്പോട്ട് തന്നെയാണല്ലേ. നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ഞാൻ പഠിച്ച കാലത്തൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ജടായുപ്പാറയെക്കുറിച്ച്. നമ്മുടെ അറിയാമല്ലോ അതിനെക്കുറിച്ചൊക്കെ. പിന്നെ നമ്മൾ അവിടുന്ന് എത്തി ഒരു കടയിൽ കയറി ഫുഡ് കഴിച്ചു. ഫുഡ് നമ്മുടെ മീൽസാണ് കേട്ടോ. പിള്ളേർക്ക് ബിരിയാണിയോ മറ്റേ ഇതൊന്നും വേണ്ടായിരുന്നു. കാര്യം അവർ അതിന് പോകുന്നതിന് മുമ്പ്, അവിടെ എത്തുന്നതിന് മുമ്പ് അവർ സാൻഡ്വിച്ച് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 പേർക്കും ചോറ് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ഒരു ചോറേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ചോറ് കഴിച്ചു. തോരൻ, പച്ചടി, ചീനി, മറ്റേ നമ്മുടെ ചാള വറുത്തത്, മീൻകറി ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നേ. വലിയ ടേസ്റ്റൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇത്തിരി നേരം അവിടെയൊക്കെ നിന്നതിന് ശേഷം നമുക്ക് യാത്ര തിരിക്കാമെന്ന് വിചാരിച്ചു. അത് വേറൊരു വിറ്റ് കിടന്നു. എന്തെന്നറിയാമോ, ഞങ്ങൾ ആ ചോറ് കഴിക്കാൻ കടയിൽ കയറിയപ്പോഴുണ്ടല്ലോ, അവിടെ ചോദിച്ചു ഈ പൊന്മുടിയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന്. നമ്മൾ ആ പൊന്മുടി എത്താറായി. ഇപ്പോൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പൊന്മുടി എത്താറായി കേട്ടോ. എത്തി. നമ്മളിനി ഹെയർ പിൻ കയറുകയാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു ഇത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, അയ്യോ ഇന്ന് വന്നത് കാര്യം കുറച്ച് ദിവസം കൊണ്ട് ഇട്ടേക്കുമായിരുന്നു കേട്ടോ. അവിടെ പാലരുവികളൊക്കെ ഉണ്ടോ പോകുന്ന വഴിയിൽ. അപ്പം ഉരുൾപൊട്ടൽ ഭീഷണി ഉള്ളതുകൊണ്ട് അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ അന്ന് പോയത് നമ്മുടെ പൂജവെപ്പിൻ്റെ അവധിക്കാണേ പോയത്. അന്ന് വന്നപ്പോൾ എന്തായാലും കുഴപ്പമില്ലായിരുന്നു. അവിടെ പോകുന്ന വഴിയിൽ കുരങ്ങന്മാരെ കണ്ടോ. ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു. അപ്പോൾ പൊന്മുടിയിലേക്കുള്ള യാത്ര വളരെ ഉല്ലാസകരമായൊരു യാത്രയാണ്. എന്നുവെച്ചാൽ നമ്മുടെ ശാന്തവും പ്രകൃതി സുന്ദരമായുള്ള പ്രദേശവും ഒക്കെ അല്ലേ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന്, നഗരത്തിൽ നിന്ന് അധികം ദൂരമൊന്നും ഇല്ലെന്ന് തോന്നുന്നു പൊന്മുടിയിലേക്ക് കേട്ടോ. പിന്നെ ഹരിതാപം പച്ചപ്പാർന്ന സ്ഥലങ്ങൾ കണ്ടില്ലേ. ഇതുപോലൊരു വൈബ് എനിക്ക് തോന്നുന്നു വേറെ എങ്ങും കിട്ടത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ.
കാര്യം നമ്മുടെ ഉയരം കൂടുന്ന ഭൂപ്രകൃതിയും ചെറിയ ചെറിയ കുന്നുകളും പിന്നെ പച്ചപ്പും ആ ഒരു തണുത്ത കാറ്റും ആ ഒരു ഫീല് ഭയങ്കരമാണ് കേട്ടോ. പിന്നെന്താ, നമ്മൾ നേരത്തെ പോയിട്ടുള്ളതാ. അപ്പം അവധി കിട്ടിയപ്പം പിള്ളേരെയും കൊണ്ട് നമുക്കൊന്നുകൂടെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ റോഡരികിൽ നിന്ന് കുറച്ച് അകലെയായിട്ട് നമ്മുടെ മീൻമുട്ടി വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, പക്ഷേ ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല. ഒക്കെ ഉണ്ട് കേട്ടോ, അവിടെ ഒക്കെ പോകുന്നവർക്കൊക്കെ അവിടെ ഇറങ്ങി നല്ല തണുത്ത വെള്ളത്തിൽ കാല് കഴുകിയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കത് അതിലേക്ക് പോകുമ്പോൾ ആ വെള്ളം ഒഴുകുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. വണ്ടി ഇത്തിരി നേരം ഇട്ട് നമ്മളവിടെ ഇറങ്ങി നിന്ന് ആ ഒരു ശബ്ദം കേൾക്കണം, നല്ലൊരു ഫീലാണ് നമുക്ക് കേട്ടോ. സുന്ദരമായ ഒരു മനസ്സിനൊരു പ്രത്യേക ഒരു ഫീലാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പൊന്മുടി എന്ന് പറയുന്നത് നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് എത്രയാ 1100 കിലോമീറ്റർ ഉയരത്തിലാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം സ്ഥിതി ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഭാഗമാണെന്നാണ് പൊന്മുടി പറയുന്നത് കേട്ടോ. പിന്നെ ആ കോടമഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ വളരെ മനോഹരമായിരിക്കും. ഞങ്ങൾ ഇന്നപ്പം അത്ര വലിയ കോടയൊന്നും ഇല്ലായിരുന്നു, എന്നാലും അത്യാവശ്യം നല്ല കോട വേണം, എങ്കിലേ നമുക്ക് ആ ഒരു തണുപ്പ് അങ്ങോട്ട് ഫീൽ ചെയ്യത്തുള്ളൂ കേട്ടോ. കാണാൻ നല്ലൊരു ഭംഗിയാണ് അന്നേരം കോടയും കൂടെ ഉണ്ടെങ്കിൽ. നമ്മൾ ആ പൊന്മുടിന്ന് ബോർഡ് വെച്ചിരിക്കുന്നിടത്തു നിന്ന് ഒരു 22 ഹെയർ പിന്നുകളുണ്ട്. നമ്മൾ ഹെയർ പിന്ന് കയറിക്കൊണ്ടിരിക്കുകയാണേ, അതിൻ്റെ ഇടയിലാണ് ഞാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഹെയർ പിന്നാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഹെയർ പിന്ന് കയറുമ്പോഴും എനിക്ക് പേടിയാണ്. കാര്യം എനിക്ക് ഈ മല കയറുന്നത് വലിയ പേടിയാണ്. താഴെ കൊക്കയാണല്ലോ, വണ്ടിയൊക്കെ പോകുമ്പോൾ എനിക്ക് വല്ലാത്തൊരു പേടിയാണ്. അതുപോലെ നമ്മുടെ വാഗമൺ ആ റൂട്ടൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ, വളരെ പേടിയാണ് തോന്നുന്നത്. അപ്പോൾ പോകുന്ന വഴി നമുക്ക് എതിരെ വരുന്ന വണ്ടിക്കൊക്കെ നമുക്ക് സൈഡ് കൊടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു വളവൊക്കെ ഭയങ്കരമാണേ. അപ്പോൾ അതൊക്കെ വളരെ പേടിയോടാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിള്ളേരെന്നെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട്, അമ്മ എന്ത് ഇങ്ങനെ പേടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തി നമ്മൾ പോകുന്ന വഴി നമ്മൾ കുരങ്ങനെയൊക്കെ കണ്ടല്ലോ, ഞാൻ കാണിച്ചല്ലോ. പിന്നെ അവിടെ എത്തിയാൽ കാണുന്ന കാഴ്ച അതിമനോഹരമാണ്. നമ്മളവിടെ പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള സാധനങ്ങൾ വേസ്റ്റുകളൊന്നും ഇടാൻ പാടില്ല കേട്ടോ. വളരെ ഹൈജീനിക്കാണ് അവിടെ കേട്ടോ. പിന്നെ വരുന്ന വഴി നമ്മൾ തേയിലത്തോട്ടമൊക്കെ കണ്ടിരുന്നു, അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. വരുന്ന വഴി കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല, ഞങ്ങൾ കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങ് ടോപ്പിലെത്തുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് നമ്മുടെ ഈ വനസംരക്ഷണ സമിതിയുടെ ഒരു കോംപ്ലക്സും അതിൽ 3D തിയേറ്ററും പിന്നെ വനശ്രീയും കഫറ്റേരിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളവിടെ എത്തി, മല കയറി, വണ്ടി പാർക്ക് ചെയ്തൊക്കെ എടുത്തു. പക്ഷേ ആ വീഡിയോ എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി. കുറച്ച് വീഡിയോ എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ. കുറേ വീഡിയോസും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ദാണ്ട മലയൊക്കെ കയറി. എന്ത് രസമാണെന്നറിയാമോ, പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീൽ കിട്ടത്തില്ല. നമ്മളവിടെ ചെന്നെങ്കിലേ നമുക്ക് ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ കേട്ടോ. നിങ്ങളുമൊക്കെ പോയിട്ടുള്ളതായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ പോയപ്പം നമ്മൾ വിചാരിച്ചു വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കാം, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അങ്ങോട്ട് താഴോട്ട് നല്ല കോടയുണ്ട്. നമ്മൾ മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല കോടയാണ് കേട്ടോ. ആളൊക്കെ വളരെ കുറവാണ്, അത്ര വളരെ കുറവൊന്നുമല്ല, എന്നാലും ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു അവധി ടൈമൊക്കെ അല്ലേ, ഇതാണ്ട കണ്ടോ മലനിരകളുടെ ആ ഒരു പ്രശാന്ത സുന്ദരമായ മലനിരകൾ ഇങ്ങനെ കിടക്കുന്ന കണ്ടില്ലേ, അടിപൊളിയല്ലേ കാണാൻ. നമ്മൾ പക്ഷേ മറ്റേ വനസംരക്ഷണ സമിതിയുടെ ആ ഒരു കോംപ്ലക്സിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിനകത്ത് കഫറ്റേരിയക്കകത്തുള്ള ആ ഒരു വീഡിയോസൊന്നും നമ്മൾ എടുത്തില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ഫോണിൻ്റെ ചാർജൊക്കെ തീരാറായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് താഴെയൊക്കെ കുഞ്ഞു കുഞ്ഞു അരുവികളങ്ങ് കാണാം. പക്ഷെ നമുക്കതൊരു നൂല് പോലെ തോന്നിട്ടുള്ളൂ ആ അരുവികൾ ഒഴുകി പോകുന്നത് കേട്ടോ. ചെവി നല്ല ഇതായിട്ട് വെച്ച് കൊടുത്താൽ നമ്മൾ ചെവി കൂർപ്പിച്ചിങ്ങനെ ഇരുന്നാൽ നമുക്ക് ആ അരുവി ഒഴുകുന്ന ചെറിയ ഒരു ശബ്ദം കേൾക്കാൻ പറ്റും. അരുവി ഇങ്ങനെ ഒഴുകി പോകുന്ന ശബ്ദം കേട്ടോ. പിള്ളേരൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ കൂവുമ്പോൾ നമുക്ക് ആ എക്കോ ഇങ്ങനെ തിരിച്ച് നമുക്ക് ചെവിയിലോട്ടടിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. നമ്മൾ ആ മല കയറിയിട്ട് പിന്നെ ദാണ്ട അടുത്ത മലയുടെ അങ്ങ് താഴോട്ട് ഇറങ്ങാൻ നോക്കുകയാണ്. പിള്ളേർക്കൊക്കെ ഇറങ്ങണം. പേടിത്തൊണ്ടിയായി എന്നെയും കൊണ്ട് പിള്ളേർ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് വളരെ പേടിയായി ഈ മലയും കുന്നുകളൊക്കെ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ കൊക്കയൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ കല്ലൂസ് അങ്ങ് എത്തിക്കഴിഞ്ഞു.
അവളിങ്ങനെ പെട്ടെന്ന് കൂടി മറ്റേ ജാനുസ് എന്നെ കൊണ്ടേ പോകത്തുള്ളൂ, അവൾ എന്നെ പിടിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. കല്ലൂസ് അങ്ങ് എത്തിക്കഴിഞ്ഞതുകൊണ്ടേ. പിള്ളേരുടെയൊക്കെ സന്തോഷം ഭയങ്കര കേട്ടോ. അവരുടെ സന്തോഷമാണല്ലോ നമുക്ക് വലുതല്ലേ. കണ്ടോ നിൽക്കുന്നുണ്ടോ? എൻ്റെ മുഖത്ത് ആ പേടിയൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ കാണിക്കുന്നില്ല. വീഡിയോ എടുത്തോണ്ടിരിക്കുകയല്ലേ, നമ്മൾ പേടിച്ചിരുന്ന കാര്യമുണ്ടോ? പിള്ളേരൊക്കെ നല്ല ഫീലോട് കൂടിയൊക്കെയാണ് നിൽക്കുന്നത് കണ്ടോ. ഞാൻ പിള്ളേരെ പിടിച്ച് മാറ്റും, ഇങ്ങോട്ട് മാറി നിൽക്കും, ഇങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞിട്ട് പിള്ളേരങ്ങ് അങ്ങോട്ടൊക്കെ ഇറങ്ങി പോകാനായിട്ട് ഒരുങ്ങുവാണ്. നമ്മൾ അമ്മമാർക്ക് ഭയങ്കര പേടിയല്ലേ പിള്ളേരൊക്കെ. അതാ കാര്യം സ്ലിപ്പ് ആ പാറയിലൊക്കെ ഒന്ന് സ്ലിപ്പായ അയ്യോ എൻ്റെ അമ്മച്ചിയേ പറയാൻ പറ്റുമോ. അപ്പോൾ പിന്നെ നമ്മൾ അത്ര ഇതായിട്ട് നിൽക്കണമല്ലോ. എനിക്ക് പേടിയാണ്. അങ്ങനെ നമ്മളാണ്ട് അവിടെ ഇറങ്ങി ആ കഫറ്റേരിയയുടെ അവിടെ ഇങ്ങനെ നമ്മളവിടെ ഫുഡൊക്കെ ഉണ്ട്, മറ്റേ ബ്രെഡ് ഓംലെറ്റും അങ്ങനെയൊക്കെയുള്ള ഫുഡുകളുണ്ടല്ലോ. ബ്രെഡ് ഓംലെറ്റും മറ്റേ ഏത്തയ്ക്കാപ്പം പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു ബ്രെഡ് ഓംലെറ്റ് കേട്ടോ, സൂപ്പർ ടേസ്റ്റ്. ഐസ്ക്രീം അതും ഇതൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വീണ്ടും വന്ന് വരയാടൊക്കെ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, അറിയാമല്ലോ. അവിടെ വന്ന് കുറച്ച് നേരം ആ വരയാടുകളെയൊക്കെ കണ്ട്. വരയാടുകളെന്ന് വെച്ചാൽ ഒറിജിനൽ അല്ലേ അത്, അറിയാമല്ലോ ഒറിജിനൽ അല്ലെന്ന്. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ അവിടുന്ന് ഇറങ്ങി. കണ്ടോ, തോനെയൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ എടുത്ത സാധനങ്ങൾ കുറേ എൻ്റെ ഡിലീറ്റ് ആയിപ്പോയി ഫോണിൽ നിന്ന്. അപ്പോൾ നാണ്ട് തിരിച്ചിറങ്ങി വരുന്ന വഴി നമ്മൾ നല്ല മയിലിനെ കണ്ടു. കണ്ടോ അതിൻ്റെ ഭംഗി നോക്കിയേ. കണ്ടോ തീറ്റ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അതിൻ്റെ അടുത്തൊരു കടയുണ്ടായിരുന്നു. അമ്മച്ചി ചോദിച്ചു മക്കളോട് വെച്ച് കൊണ്ടുപോകുന്നു അതിനെയും കൂടെയെന്ന്. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ കണ്ട ഒരു അരിയാസ് കയറി ചപ്പാത്തി, നെയ് റോസ്റ്റ്, പനീർ ബട്ടർ മസാല, അങ്ങനെ 3-4 സൈസ് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, എന്നോട് ക്ഷമിക്കണം. കാര്യം ഫോണിനൊക്കെ ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത്, വീട്ടിലെത്തിയൊന്നും കാണിക്കാൻ പറ്റാഞ്ഞേ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ ബൈ, താങ്ക് യു.